ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തെല്ലാം മുത്തുമണിയെ നിങ്ങൾക്ക് വിശേഷം? കുറച്ച് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലത്തെ ഞാൻ കുഞ്ഞൊരു വിശേഷങ്ങളാണ് കേട്ടോ. ഇതിപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണം. അതിനോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയറും കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ തന്നെ ഞാനിപ്പോൾ വെള്ളയപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തലേ ദിവസത്തെ മാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നേരം വെളുത്തപ്പോൾ ഭാഗ്യത്തിന് മാവൊന്നും പൊന്തിപ്പോയില്ല കേട്ടോ. സാധാരണ ഞാൻ ദോശയ്ക്ക് അതുപോലെ തന്നെ വെള്ളയപ്പത്തിനൊക്കെ അരച്ച് വെക്കുമ്പോൾ മാവ് പോവാറുണ്ട്. ഇന്ന് പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ അതേ ചായയും കട്ടൻ ചായ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ തലേ ദിവസം ഞായറാഴ്ചത്തെ വീഡിയോ ആണല്ലോ. അപ്പോൾ ശനിയാഴ്ച വൈകിട്ട് ഉമ്മ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ നമ്മുടെ ചേരമാമ്പള്ളി ഇല്ലേ, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ചേരമാമ്പള്ളി, അവിടേക്ക് പോകാനുള്ളൊരു പ്ലാനിങ് ആണ് കേട്ടോ. നല്ല മൂത്ത ആൾക്ക് ഇങ്ങനെ ഒരു നേർച്ച ആക്കിയിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കുറേ ദിവസമായി വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പോകാമെന്ന് വെച്ചാൽ അന്ന് നടന്നില്ല. അപ്പോൾ ഈ ആഴ്ച എന്തായാലും പോകാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി ഇന്നിപ്പോൾ രാവിലെ തന്നെ റെഡി ആവുകയാണ്. അപ്പോൾ പെങ്ങളും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ പെങ്ങൾ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു വരുന്നില്ല, അവിടെ എന്തോ മോട്ടർ കത്തിപ്പോയി വെള്ളമില്ല എന്നൊക്കെ പറയുന്നുണ്ടായി. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ പോകാനുള്ളൊരു പ്ലാനിങ്ങിലായി. രാവിലെ തന്നെ ഇപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാമെന്നുള്ള തയ്യാറെടുപ്പിലാണ്. നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ എല്ലാവരും. അപ്പോൾ കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ ആ ചിക്കനൊന്ന് വയ്ക്കാം. പിന്നെ വെള്ളയപ്പത്തിനുള്ള മാവിൽ ഞാൻ ഉപ്പൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിലാണ് കേട്ടോ ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ കുറച്ച് സബോളയൊക്കെ ഒന്ന് ആദ്യം വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയെടുത്തതിൻ്റെ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ നമ്മുടെ കുഞ്ഞ് അമ്മിക്കുഴ ഉണ്ടല്ലോ അതിലൊന്ന് കുത്തിയെടുത്തത്, അത് ചതച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സബോളയൊക്കെ ഒന്ന് ഏകദേശം ആയതിൻ്റെ ശേഷം ഞാൻ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളകില്ല, ഒറ്റ പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ പച്ചമുളക് നല്ല എരിവുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി ഇതേപോലെ തന്നെ നല്ല പഴുത്ത തക്കാളി കേട്ടോ, അതും കൂടി ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സബോളയൊക്കെ ഒന്ന് വാട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുക്കറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും സാധാരണ നമ്മൾ എങ്ങനെ വെക്കുന്നത് അതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിലും സബോള നല്ല വാട്ടിക്കഴിഞ്ഞാൽ കേട്ടോ കറിക്കൊരു ടേസ്റ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ സബോളയൊക്കെ നന്നായിട്ട് ഞാൻ വാട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതവിടെ പാത്തൂസ് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പാത്തൂസ് എണീറ്റിട്ടുണ്ടായിരുന്നു, ബാക്കി എല്ലാവരും എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവർക്കുള്ള ചായ ഞാനിവിടെ ചൂടാറാനായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പാത്തൂസ് ഇന്നിപ്പോൾ ഉമ്മയുള്ള കാരണം ഉമ്മയുടെ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ പോയെടുക്കണം, അല്ലെങ്കിൽ ഇതിൽ പോയെടുക്കണം. സുഡാപ്പിയുടെ കൂടെ രാവിലെ എണീറ്റതിന് ഉറക്കത്തിൽ നിന്ന് എണീറ്റതിന് സുഡാപ്പിയുടെ കൂടെ പോവില്ല കേട്ടോ. അതേവരെ സുഡാപ്പിയുടെ കൂടെ ആയിരിക്കും, കിടന്ന് ഉറങ്ങുന്ന വരെ സുഡാപ്പിയുടെ കൂടെ ആയിരിക്കും കളി. പക്ഷേ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ സുഡാപ്പിയുടെ കൂടെ പോവില്ല കേട്ടോ. അതെന്താണെന്നറിയില്ല, അത് അവൾക്ക് തന്നെ അറിയുള്ളൂ എന്താ കാരണം എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ സബോളയൊക്കെ നന്നായി വാട്ടിയതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ആലോചിച്ച് ഓരോന്നിടുന്നതിനും സമയം കളയുന്ന നേരം നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഒരു പാത്രത്തിലിട്ടിട്ട് അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ എളുപ്പപ്പണി ഇങ്ങനെയായിട്ട് ചെയ്യാറ്. അല്ലെങ്കിൽ പിന്നെ ഒരെണ്ണം തുറന്ന് അതിൻ്റെ മൂടി എടുത്ത് അടച്ചു വെച്ച് പിന്നെ അടുത്ത് തുറന്ന് അതിൻ്റെ മൂടി അടച്ചു വെച്ച് പണിയാണ്. അപ്പോൾ ആ നേരം നമ്മൾ സബോളയൊക്കെ വാട്ടുന്ന നേരം കൊണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ഒരു പാത്രത്തിലിട്ട് വയ്ക്കും കേട്ടോ. പിന്നെ ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കലാണ്. അങ്ങനെ ഇപ്പോൾ മസാലപ്പൊടിയൊക്കെ ഒന്ന് വാട്ടിയതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ല, ചിക്കൻ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കുറച്ച് തന്നെ ഉള്ളൂ, അപ്പോൾ അതിനുള്ള വെള്ളം മാത്രം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊരു 2-3 വിസിലടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ 2-3 വിസിലൊക്കെ അടിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെന്തിട്ടുണ്ടാവും, ചിക്കൻ നല്ല സോഫ്റ്റും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ചോറ് ഇന്നലത്തെ ചോറ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും നമ്മൾ അത്ര ദൂരം പോകുന്ന കാരണം കൊണ്ട് ഫുഡൊക്കെ എന്തായാലും ഉച്ചയ്ക്ക് പുറത്തുനിന്നായിരിക്കും. അപ്പോൾ ആ ചോറ് ഞാൻ ചൂടാക്കി വെച്ച് നമുക്ക് വൈകുന്നേരം വന്നിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ സാധാരണ ചോറ് ഫ്രിഡ്ജിൽ വെക്കാറില്ല കേട്ടോ. കുറേ പേരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഫ്രിഡ്ജിൽ ചോറ് വയ്ക്കും പിന്നെ അതെടുത്ത് തിളപ്പിക്കുന്നു. പക്ഷെ എനിക്കെന്താ അങ്ങനെ കഴിക്കുമ്പോൾ എന്തോ വെള്ളം ഇങ്ങനെ ഊറിയ പോലെ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഫ്രിഡ്ജിൽ ഞാൻ ചോറ് വയ്ക്കാറില്ല കേട്ടോ. ചോറ് കുറച്ചായാലും ഞാൻ രാവിലെ തിളപ്പിച്ച് വയ്ക്കും. നമ്മൾ ഉച്ചയ്ക്ക് എടുക്കുന്നില്ലെങ്കിലും രാവിലെ തിളപ്പിച്ച് വയ്ക്കും. വൈകുന്നേരം ആകുമ്പോൾ ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക, അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ ഇപ്പോൾ വെള്ളയപ്പൊക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വെള്ളയപ്പം ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് തന്നെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറിയൊക്കെ ഒന്ന് വിസിലൊക്കെ പോയി വെന്ത് വന്നിട്ടുണ്ട്.
അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ വെള്ളയപ്പം ഫുള്ളായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾക്കും കൂടി ഉണ്ടാക്കിയതായിരുന്നു. പിന്നെയാണ് കേട്ടോ വിളിച്ച് പറഞ്ഞ് വരുന്നില്ല എന്നുള്ള കാര്യം കേട്ടോ. പിന്നെ ചോറ് ഞാൻ അങ്ങനെ തന്നെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് എല്ലാവരുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പാത്തൂസിനെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പാത്തൂസ് ഒരു ഫോണ് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം അങ്ങനെ ഫോൺ കളിക്കാൻ കൊടുക്കാറില്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ എനിക്ക് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ അന്ന് തയ്ച്ച ഡ്രസ്സാണ്. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡ്രസ്സും കൂടി തയ്ച്ച ഡ്രസ്സും കൂടി ഇട്ടിട്ടൊന്ന് കാണിക്കാനായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ അന്ന് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ്. ഇതിൻ്റെ ബാക്കി തുണി കൊണ്ടാണ് കേട്ടോ ഞാൻ പാത്തൂസിനും കൂടി തയ്ച്ചത്. അങ്ങനെ പിന്നെ ഞങ്ങളിതിപ്പോൾ കൊടുങ്ങല്ലൂർ നമ്മുടെ ചേരമാൻ പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പം അങ്ങനെ അവിടെ നിന്ന് ഉസ്താദ് മോൻ്റെ തലയിൽ വെച്ചിട്ട് പച്ചപ്പട്ടൊക്കെ വെച്ച് ദുആ ചെയ്തു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് യാസീനൊക്കെ ഓതി പിന്നെ അങ്ങനെ തിരിച്ച് പുറപ്പെടാനുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കേട്ടോ. അപ്പോഴാണ് മോളിൽ കൂടെ ഇങ്ങനെ ഒരു പ്ലെയിൻ അടുത്ത പ്ലെയിനും കൂടി പോകുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ സുഡാപ്പിക്കും പാത്തൂസിനും ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര അടുത്തേക്ക് കൂടെ പോകുന്നത് കാണുന്നത്. നല്ല അടുത്തായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തോന്നിയപ്പോൾ ഇവിടെ നിന്ന സമയത്ത് തന്നെ ഒരു 2-3 പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങളതങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകാനുള്ള പുറപ്പാടില്ലായിരുന്നു കേട്ടോ. അപ്പോഴാണ് ദിലു പറഞ്ഞത് എനിക്ക് മോതിരം വേണമെന്ന്. അവൻ എവിടെ പള്ളിയുടെ അടുത്തേക്ക് നമ്മൾ എന്ത് നേർച്ചയ്ക്കായാലും എന്ത് കാര്യങ്ങൾക്കും പോയി കഴിഞ്ഞാൽ അവൻ ആദ്യം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോതിരമാണ് കേട്ടോ. അപ്പോൾ മോതിരം മേടിക്കാൻ വേണ്ടി കയറിയ സമയത്താണ് ഞാനിങ്ങനെ കുറേ അത്തരം കുപ്പി മോതിൻ്റെ കുപ്പികളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നോക്കിയപ്പോഴാണ് നമ്മുടെ അലാബുദ്ദീൻ്റെ വിളക്ക് മറ്റേ വിളക്കില്ല അതുപോലത്തെ ഒരു അത്തരം കുപ്പി ഞാനവിടെ കണ്ടത് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടൊന്നും ഞങ്ങളവിടെ നിന്ന് മേടിച്ചില്ല. മോതിരങ്ങൾ നോക്കിയപ്പോഴാണെങ്കിലോ ഭയങ്കര വലുത്, അവന് പറ്റുന്നുമില്ല. ഒക്കെ കല്ലിൻ്റെ മോതിരമാണ് കേട്ടോ അവന് വേണ്ടത്. അങ്ങനെ ഞങ്ങളത് അടുത്ത കടയിൽ കയറി. അവൻ തന്നെ ആദ്യം വന്ന് ഇവിടെ നോക്കി സെലക്റ്റൊക്കെ ചെയ്തു കേട്ടോ. പക്ഷെ എല്ലാം വലിയതായിരുന്നു, അവൻ്റെ കയ്യിലൊന്നും കിടക്കുന്നതില്ല എന്നല്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വിരലും കൂടി വേണമെങ്കിൽ കുത്തി കയറ്റാം കേട്ടോ. അതേ രീതിയിലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും വീട്ടിലെത്തുമ്പോൾ 2 മണി 3 മണിയൊക്കെ ആവും തിരിച്ചെത്തുമ്പോൾ. അപ്പോഴേക്കും ഞങ്ങൾക്ക് ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ സാധാ ഊണായിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. പപ്പടം
ഉപ്പേരി, പിന്നെന്താ പറയുക, പരിപ്പ് കറി, മത്തൻ കറി, അങ്ങനെ കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മീൻ കറി സാമ്പാറൊക്കെ കൂട്ടി അങ്ങനെ. പിന്നെ മീൻ വറുത്തതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാധാ ഒരു ഊണാണ് കേട്ടോ ഞങ്ങളവിടെ ഇരുന്ന് കഴിച്ചത്. അപ്പോൾ ഉമ്മ ബിരിയാണി മേടിച്ചിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ആർക്കും ബിരിയാണിയുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും സദാ ചോറ് മതി എന്ന് പറഞ്ഞു. സുഡാപ്പിയാണെന്നുണ്ടെങ്കിൽ 2 ഉഴുന്നുവടയും 1 ഗ്ലാസ് ചായയും കുടിച്ചു. അത് കണ്ടപ്പോൾ ദിലുവിനും ഒരു ഉഴുന്നുവട വേണമെന്നുണ്ട്. അങ്ങനെ ദിലു ഒരു ഉഴുന്നുവട മേടിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ നോക്കുമ്പോൾ പാത്തൂസിനൊരു ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചായയും മേടിച്ചു കൊടുത്ത് പിന്നെ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി യാത്രയായി. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട്